ഹലോ ഗായ്സ്, അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഗീമാത്ത്, അതായത് ഗുലാം ജാം പോലത്തെ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നതാണ്. അതിലേക്കുള്ള ആവശ്യമായ സാധനം കോൺഫ്ലവർ, ഈസ്റ്റ്, തൈര്, പിന്നെ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഈസ്റ്റൊക്കെ ഇട്ട് നമുക്കൊന്ന് ആദ്യം ഇളക്കി കൊടുക്കാം. ഒരു 3 സ്പൂൺ ഈസ്റ്റ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അത് മാവ് കലക്കി പുളിക്കാൻ വെക്കണം. അതിലേക്കാണ് ഞാൻ ഇപ്പോൾ മാവ് കുഴയ്ക്കുന്നത്. ഇത് കോൺഫ്ലവറാണ് 2 സ്പൂണ്. അതിൻ്റെ കൂടെ 3 ബോട്ടിൽ തൈര്, നല്ലോണം ഒന്ന് ഇളക്കുക. എന്നിട്ടൊരു പൊടിക്ക് കളർ ഇട്ട് കൊടുക്കുക, ചുവപ്പ്. നല്ലോണം മിക്സ് ആക്കുക. ഇനി അതിൻ്റെ കൂടെ നമ്മൾ തൈരിട്ടില്ലേ, ആ 3 ബോട്ടിൽ മൈദ അതിൽ കൂടി ഇട്ട് ഇളക്കുക. 3 ബോട്ടിൽ അതേപോലെ അതേ അളവിൽ തൈരിൻ്റെ. എന്നിട്ടൊരു അരമണിക്കൂർ പുളിക്കാൻ വയ്ക്കും ഞാൻ, നല്ലോണം വേവിയതിന് ശേഷം. അപ്പോൾ ഞാൻ മാവ് വരെ വെച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ കഴിയണം. നമുക്ക് സിറപ്പ് ഉണ്ടാക്കാം. സിറപ്പ് എന്ന് വെച്ചാൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഓൾറെഡി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ സോസ് കൂടെ ഒന്ന് മിക്സ് ആക്കണം. ഇത് ഷുഗറാണ്. പിന്നെ അടുത്തത് ഈത്തപ്പഴത്തിൻ്റെ സോസാണ്. ഇതും കൂടെ നമുക്ക് മിക്സ് ആക്കണം. ഒരു പാത്രത്തിൽ ഷുഗർ ഒഴിക്കുക. അതിൻ്റെ കൂടെ ഈത്തപ്പഴത്തിൻ്റെ സോസും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സാക്കി അതിൻ്റെ കൂടെ വയ്ക്കുക. ഇത് ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ കൂടെ മുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്വീറ്റ് ഒന്ന് പൊരിച്ചെടുക്കാം. ഗീമാത്ത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ബോളാക്കി സ്പൂണിൽ കോരിയാണ് ഇട്ടുന്നത് കേട്ടോ. നല്ല ബ്രൗൺ കളറിൽ പൊരിച്ചെടുക്കുക. ഇത് ഇവിടുത്തെ അറബി സ്റ്റൈൽ ഗീമാത്ത് എന്ന് പറയും. ഇത് ഷുഗറിൽ തന്നെ മുങ്ങി കിടന്നാൽ അത് ഗുലാം ജാമായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഷുഗറിൽ മുക്കിയെടുക്കുക. എന്നിട്ട് പാത്രത്തിലോട്ട് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതൊരു വേറൊരു വെറൈറ്റി സ്വീറ്റാണ്. റംസാനാണ് കൂടുതൽ ഞാൻ റെഡിയാക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ പുറത്ത് കൊടുത്തിടാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പേര് ഗീമാത്താണ്. സ്വീറ്റ്. ഓക്കെ.